أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ولقد نادانا نوح فلنعم المجيبون ونجيناه وأهله من الكرب العظيم وجعلنا ذريته هم الباقين وتركنا عليه في الآخرين. سلام على نوح في العالمين إنا كذلك نجزي المحسنين إنه من عبادنا المؤمنين ثم أغرقنا الآخرين. السلام عليكم ورحمة الله وبركاته. ഖുർആൻ പദം 1549 ദിവസത്തിലേക്ക് എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. വിശുദ്ധ ഖുർആനിലെ 37-ാമത്തെ അധ്യായമായ സൂറത്ത് സ്വാഫാത്തിലെ 75 മുതൽ 82 വരെയുള്ള ആയത്തുകളാണ് ഇന്ന് പഠന വിധേയമാക്കുന്നത്. ക്ലാസ് ആരംഭിക്കുന്നതിനായി ആദരണീയനായ ഡോക്ടർ A.I. വിലായത്തുള്ള സാഹിബിനെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വലഖദ് നാദാനാ നൂഹുൻ ഫലനിഅമൽ മുജീബൂൻ വനജ്ജയ്നാഹു വഅഹ്ലഹു മിനൽ കർബിൽ അളീം വജഅൽനാ ദുർരിയ്യതഹു ഹുമുൽ ബാഖീൻ وتركنا عليه في الآخرين سلام على نوح في العالمين إنا كذلك نجزي المحسنين إنه من عبادنا المؤمنين ثم أغرقنا الآخرين صدق الله العلي العظيم. സൂറത്ത് സ്വാഫാത്തിലെ 75 മുതൽ 82 വരെയുള്ള ആയത്തുകളാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചിട്ടുള്ളത്. മക്കയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നേരിട്ടുകൊണ്ടിരുന്ന തിരസ്കാരം മക്കയിലെ ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ മാർഗദർശിയായി രംഗത്ത് വന്നപ്പോൾ അത് അംഗീകരിക്കാൻ കൂട്ടാക്കാതെ അള്ളാഹുവിന്റെ ഏകത്വവും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പ്രവാചകത്വവും മരണാനന്തര ജീവിതം എന്ന ആഖിറത്തിലുള്ള വിശ്വാസം അതും ഉൾക്കൊള്ളാൻ കൂട്ടാക്കാതെ അത് തിരസ്കരിക്കുന്നവരായി മാറിയ, അതിനെ തുടർന്ന് വളരെയേറെ ശത്രുതയോടുകൂടിയുള്ള പെരുമാറ്റം കാഴ്ചവെച്ചുകൊണ്ടിരുന്ന ഘട്ടത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മക്കയിലെ പ്രബോധന ദൗത്യ നിർവഹണത്തിന്റെ ഏകദേശം മധ്യകാലത്താണ് സൂറത്തു സ്വാഫാത്ത് അവതരിക്കുകയുണ്ടായതെന്ന് നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി. ആ ഒരു പശ്ചാത്തലത്തില് നൽകപ്പെട്ട ചില വിവരണങ്ങളാണ് സത്യവിശ്വാസികളെ പരാമർശിച്ചുകൊണ്ടും അതേപോലെ തന്നെ സത്യനിഷേധികളെ അവരേറ്റുവാങ്ങാൻ പോകുന്ന നരകയാതനകളെ കുറിച്ചൊക്കെ സൂചിപ്പിച്ചുകൊണ്ടുള്ള കാര്യങ്ങളാണ് പിന്നിട്ട ആയത്തുകളിൽ നമ്മൾ കാണുകയുണ്ടായത്. ഇതിൽ അവസാനമായി നമ്മൾ വായിച്ച ആയത്തുകളിൽ തങ്ങളുടെ പൂർവികര് പിഴച്ച മാർഗം പിൻപറ്റിയവരാണ് എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ, എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഈ ആളുകൾ നരകത്തിന് അവകാശികളായി മാറിയ ആളുകൾ അവരുടെ കാൽപാദങ്ങൾ, അവരുടെ കാലടികൾ പിന്തുടർന്നുകൊണ്ട് തന്നെ ആ പിഴച്ച വഴിയിലൂടെ സഞ്ചരിച്ച കാര്യമാണ് അല്ലാഹു ചൂണ്ടിക്കാണിക്കുകയുണ്ടായത്. അവരിലേക്ക് തീർച്ചയായിട്ടും അല്ലാഹു താക്കീതുകാരായ ദൂതന്മാരെ അയച്ചിട്ടുണ്ടായിരുന്നു.
എന്നാൽ ആ താക്കീതുകാരായ ദൂതന്മാരുടെ ഇടപെടലോ മാർഗദർശനമോ ഒന്നും അംഗീകരിക്കാനും ഉൾക്കൊള്ളാനും ഒന്നും അത്തരം ആളുകൾ സന്നദ്ധരാവുകയുണ്ടായില്ല. അങ്ങനെ അവര് നരകാവകാശികളായി മാറിയിരിക്കുകയാണ്. ഇങ്ങനെ താക്കീത് നൽകപ്പെട്ട ആളുകൾ ഏറ്റുവാങ്ങേണ്ടി വന്ന പരിണിതി, അവരുടെ ആഖിബത്ത് എന്തായിരുന്നു എന്നത് പ്രവാചകരെ താങ്കളൊന്ന് നിരീക്ഷിച്ച് മനസ്സിലാക്കുക എന്നാണ് അള്ളാഹു നമ്മൾ പഠന വിധേയമാക്കിയ ആയത്തുകളുടെ അവസാന ഭാഗത്ത് പറയുന്നത് നമ്മൾ കാണുന്നത്. ഇല്ലാ ഇബാദല്ലാഹിൽ മുഖ്ലസീൻ, അള്ളാഹു തനിക്ക് പ്രത്യേകമായ വിധത്തിൽ എന്ന നിലക്ക് തിരഞ്ഞെടുത്ത ദാസന്മാരുടെ കാര്യത്തിലൊഴികെ എത്ര ദൗർഭാഗ്യകരമായ പരിണിതിയാണ് ഈ ആളുകൾ ഏറ്റുവാങ്ങുകയുണ്ടായത് എന്നത് നിരീക്ഷിച്ച് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഇവിടെ നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ളത്. അതിനെ തുടർന്നാണ് ഇന്ന് ഞാൻ നിങ്ങളെ കേൾപ്പിച്ച ആയാത്തുകൾ വരുന്നത്. 75 മുതൽ 82 വരെയുള്ള ഈ ആയാത്തുകളിൽ ഈ ഭാഗത്ത് അള്ളാഹു ഇവിടെ പരാമർശിക്കപ്പെട്ട വിധത്തിലുള്ള നിലപാടും പ്രതികരണവും ഒക്കെ കാഴ്ചവെച്ച ഒരു സമൂഹത്തിന്റെ അത്യന്തം ദുരിതപൂർണമായ പരിണിതി വിവരിക്കുകയാണ്. നൂഹ് അലൈഹിസ്ലാമിന്റെ സമൂഹത്തെയാണ് അള്ളാഹു ഇവിടെ പരാമർശിക്കുന്നത്. നമുക്ക് ഈ ആയത്തുകൾ അതിന്റെ സൂചനകളെ ഉൾക്കൊണ്ടുകൊണ്ട് വായിക്കാം. വലഖദ് നാദാന നൂഹുൻ ഫലനിഅമൽ മുജീബൂൻ. നൂഹ് അലൈഹിസ്സലാം ചരിത്രത്തിൽ ഒരു പക്ഷേ വിശുദ്ധ ഖുർആൻ പരാമർശിക്കുന്ന പ്രവാചകന്മാരുടെ കൂട്ടത്തിൽ ഏറ്റവും ദീർഘമായ കാലം ദൈവിക മാർഗത്തിലേക്ക് ജനങ്ങളെ പ്രബോധനം ചെയ്തുകൊണ്ട് ജീവിച്ച വ്യക്തിയാണ്, പ്രവാചകനാണ് നൂഹ് അലൈഹിസ്സലാം. അദ്ദേഹം 950 വർഷം ജനങ്ങളെ സത്യമാർഗത്തിലേക്ക് ക്ഷണിച്ചുകൊണ്ടിരുന്നതിന് ശേഷമാണ് ആ സമൂഹത്തിനെതിരിലുള്ള ദൈവിക നടപടി ഉണ്ടായത് എന്നത് വിശുദ്ധ ഖുർആൻ വ്യക്തമാക്കിയിട്ടുണ്ട്. രാവും പകലും രഹസ്യമായും പരസ്യമായും ഒക്കെ നൂഹ് അലൈഹിസ്സലാം ആ സമൂഹത്തോട് ഗുണകാംക്ഷയോടുകൂടി അവരെ സത്യമാർഗത്തിലേക്ക് ക്ഷണിച്ചുകൊണ്ട് എല്ലാ നിലക്കും അവരെ സത്യമാർഗം പിൻപറ്റാൻ പ്രേരിപ്പിച്ചുകൊണ്ടിരുന്നു. പക്ഷെ വളരെ നിഷേധാത്മകമായൊരു നിലപാടാണ് അവർ സ്വീകരിക്കുകയുണ്ടായത്. അദ്ദേഹത്തെ പരിഹസിക്കുകയും അദ്ദേഹത്തെ ഒറ്റപ്പെടുത്തുകയും അതുപോലെ സാമൂഹ്യ ജീവിതത്തിൽ അദ്ദേഹത്തെ ബഹിഷ്കരിക്കുകയൊക്കെ ചെയ്തുകൊണ്ടുള്ള ഒരു പ്രതികരണമാണ് ഈ പ്രബോധിത സമൂഹത്തിന്റെ ഭാഗത്തു നിന്ന് നൂഹ് അലൈഹിസ്സലാമിന് ഏറ്റുവാങ്ങേണ്ടി വന്നത്. ഈ താക്കീത് ചെയ്യപ്പെട്ട ഒരു സമൂഹം എന്ന് മുകളിൽ പരാമർശിച്ച കൂട്ടത്തിൽ പെടുന്ന ഏറ്റവും ദീർഘമായ കാലം ദൈവികമായ താക്കീത് അള്ളാഹുവിന്റെ പ്രവാചകൻ മുഖേന തന്നെ കേൾക്കാൻ അവസരം ഉണ്ടായ ഒരു കൂട്ടരാണല്ലോ ഇവർ. അവരുടെ ഇടയിൽ പ്രവർത്തിച്ചുകൊണ്ട് ദീർഘകാലം പ്രവർത്തിച്ചുകൊണ്ട് അവരെ സത്യമാർഗത്തിലേക്ക് ക്ഷണിച്ചുകൊണ്ടിരുന്ന അവരിൽ നിഷേധമല്ലാതെ യാതൊന്നും വളരുന്നില്ല, നിഷേധമല്ലാത്ത യാതൊന്നും അവരിൽ തീർക്കുന്നില്ല എന്ന ഒരു ബോധ്യമുണ്ടായ ഘട്ടത്തിലാണ് നൂഹ് അലൈഹിസ്സലാം അള്ളാഹുവിനെ വിളിച്ച് പ്രാർത്ഥിക്കുന്നത്. ഈ ജനതയിൽ, ഈ സമൂഹത്തിൽ ഇനി നന്മയുടെ സത്യത്തിനു വേണ്ടി നിലകൊള്ളാൻ സന്നദ്ധരായ ആളുകളുടെ യാതൊരു വിധത്തിലുള്ള ചലനവും ഉണ്ടാവാൻ ഉള്ള സാധ്യത കാണുന്നില്ല. ഈ കൂട്ടർ അങ്ങേയറ്റം നന്ദി കെട്ടവരും നിഷേധികളുമായിട്ട് തന്നെയാണ് മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. ഇവരിൽ നിന്ന് സത്യവിശ്വാസം ഉൾക്കൊള്ളുന്ന ഒരു സമൂഹം രൂപപ്പെട്ടു വരാനുള്ള യാതൊരു സാധ്യതയും കാണുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം
തന്റെ പ്രവർത്തനങ്ങൾക്ക് ഏറ്റുവാങ്ങേണ്ടി വന്ന തിരിച്ചടികളെ മുൻനിർത്തിക്കൊണ്ട് അള്ളാഹുവിനോട് ആ സമൂഹത്തിന്റെ കാര്യത്തിൽ നടപടി സ്വീകരിക്കാൻ ആവശ്യപ്പെടുകയാണ്. അങ്ങനെയുള്ള പ്രാർത്ഥനയാണ് നൂഹ് അലൈഹിസ്സലാം നടത്തുന്നത്. ഈ പ്രാർത്ഥന വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഖമറിൽ പരാമർശിക്കുന്നുണ്ട്. ഫദഅ റബ്ബഹു അന്നി മഗ്ലൂബുൻ ഫന്തസിർ എന്ന് പറഞ്ഞു. അങ്ങനെ നിവൃത്തിയില്ലാതെ അങ്ങേയറ്റത്തെ പ്രയാസവും വിഷമവും ഒക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആ ഘട്ടത്തിൽ നൂഹ് അലൈഹിസ്സലാം പ്രാർത്ഥിച്ചത്, തന്റെ റബ്ബിനെ വിളിച്ചുകൊണ്ട് പറഞ്ഞത്, അന്നി മഗ്ലൂബുൻ, ഞാൻ പരാജയപ്പെടുത്തപ്പെട്ടിരിക്കുന്നു, കീഴ്പ്പെടുത്തപ്പെട്ടിരിക്കുന്നു, ഫന്തസിർ, അതുകൊണ്ട് റബ്ബേ നീ എന്നെ സഹായിക്കണമേ എന്നാണ്. അത് വലിയ തിരിച്ചടിയാണ് അദ്ദേഹത്തിന്. ദീർഘകാലത്തെ പ്രയത്നങ്ങൾക്കൊടുവിലായിട്ട് നേരിടേണ്ടി വന്നിട്ടുള്ളത്. വലിയ നിരാശ ഉളവാക്കുന്ന, വലിയ ഇച്ഛാഭംഗം അനുഭവിക്കേണ്ടി വന്ന ഒരു കാര്യമാണത്, ഒരവസ്ഥയാണ്. ആ ഘട്ടത്തിലാണ് നൂഹ് അലൈഹിസ്സലാം ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത്, അന്നി മഗ്ലൂബുൻ, ഞാൻ എല്ലാ നിലക്കും പരാജിതനായിരിക്കുന്നു, അല്ലെങ്കിൽ പരാജയപ്പെടുത്തപ്പെട്ടിരിക്കുന്നു, അതുകൊണ്ട് പടച്ച തമ്പുരാനെ നീ എന്നെ സഹായിക്കണമേ എന്നാണ് നൂഹ് അലൈഹിസ്സലാം ആ പ്രാർത്ഥനയുടെ ഭാഗമായിട്ട് അള്ളാഹുവിനോട് പറയുന്നത്. അപ്പൊ ഈ ഒരു കാര്യത്തിലേക്കാണ് അള്ളാഹു ഇവിടെ ഒരു പരാമർശം നടത്തുന്നത്. വലഖദ് നാദാനാ നൂഹുൻ ഫലനിഅമൽ മുജീബൂൻ, നൂഹ് നിശ്ചയമായിട്ടും നമ്മെ വിളിച്ച് പ്രാർത്ഥിക്കുകയുണ്ടായി. ഫലനിഅമൽ മുജീബൂൻ, എത്ര അനുഗ്രഹീതനായ മറുപടി കൊടുക്കുന്നവനാണ് നാം എന്നാണ് അള്ളാഹു തുടർന്ന് അള്ളാഹുവിന്റെ തന്നെ നടപടിയെ പരാമർശിച്ചുകൊണ്ട് പറയുന്നത്. നൂഹ് അലൈഹിസ്സലാമിന്റെ ദീർഘകാലത്തെ പ്രയത്നത്തിനൊടുവിൽ ദൈവിക നടപടി ആവശ്യപ്പെട്ടുകൊണ്ട് നൂഹ് അലൈഹിസ്സലാം പ്രാർത്ഥിച്ചു. അള്ളാഹു വളരെ അനുഗ്രഹീതനായ മുജീബാണ് എന്നാണ് ഇവിടെ പറയുന്നത്. വളരെ അനുഗ്രഹീതനായ ഉത്തരം കൊടുക്കുന്നവനാണ് അള്ളാഹു. ഇതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അള്ളാഹു നൂഹ് അലൈഹിസ്സലാമിന്റെ ആ പ്രാർത്ഥന ഗൗരവത്തിലെടുക്കുകയും തുടർ നടപടികളിലേക്ക് നീങ്ങുകയും ചെയ്ത കാര്യം വിശദമായിട്ട് വിശുദ്ധ ഖുർആൻ പരാമർശിക്കുന്നുണ്ട്, പ്രതിപാദിക്കുന്നുണ്ട്. നമുക്കെല്ലാവർക്കും അറിയുന്ന ഒരു ചരിത്ര സംഭവമാണത്. നൂഹ് അലൈഹിസ്സലാമിന്റെ ഈ പ്രാർത്ഥനയെ തുടർന്ന് നന്ദികേടും നിഷേധവും അതുപോലെ ധാർഷ്ട്യവും ധിക്കാരവും ഒക്കെ സ്വഭാവമായി സ്വീകരിച്ച ആ സമൂഹത്തെ അള്ളാഹു നശിപ്പിക്കുകയാണ്. ആ സമൂഹത്തെ നശിപ്പിക്കുന്നതിന് വേണ്ടി അള്ളാഹു ചരിത്രത്തിലെ തന്നെ ഏറ്റവും അറിയപ്പെടുന്ന ഒരു പ്രളയം സൃഷ്ടിക്കുകയും ആ പ്രളയത്തെ വളരെ പരിമിതമായ കുറച്ച് ആളുകളല്ലാതെ അതിജീവിക്കുന്ന ഒരു സാഹചര്യമില്ലാതെ നൂഹ് അലൈഹിസ്സലാമിനോടും അദ്ദേഹത്തെ പിൻപറ്റിയ അനുയായികളോടും അദ്ദേഹം സംരക്ഷിക്കാൻ വേണ്ടി അള്ളാഹുവിന്റെ നിർദ്ദേശപ്രകാരം നിർമ്മിച്ച കപ്പലിൽ കയറി അദ്ദേഹത്തോടൊപ്പം ചേർന്ന ആളുകളല്ലാതെ ഭൂമുഖത്ത് ബാക്കിയുള്ളവരൊക്കെയും തന്നെ നശിച്ചു പോകുന്ന വിധത്തിലുള്ള ഒരു പ്രളയമായിരുന്നു അത് എന്നതാണ് ഖുർആൻ നൽകുന്ന സൂചന. അപ്പോ നൂഹ് അലൈഹിസ്സലാം തീർച്ചയായിട്ടും നമ്മെ വിളിച്ച് പ്രാർത്ഥിക്കുകയുണ്ടായി. ഫലനിഅമൽ മുജീബൂൻ, എത്ര അനുഗ്രഹപൂരിതനായ മുജീബാണ് നാം എന്നാണ് അള്ളാഹു സ്വന്തം പ്രതികരണത്തെയോ അല്ലെങ്കിൽ പ്രവർത്തനത്തെയോ പരാമർശിച്ചുകൊണ്ട് പറയുന്നത്. അള്ളാഹുവിന്റെ തന്നെ ഒരു നടപടിക്രമത്തെ അപ്രീഷിയേറ്റ് ചെയ്തുകൊണ്ടാണ് ഇവിടെ പരാമർശിക്കുന്നത്. വനജ്ജൈനാഹു വ അഹ്ലഹു മിനൽ കർബിൽ അളീം, തുടർന്ന് പറയുന്നത് അദ്ദേഹത്തെയും അദ്ദേഹത്തിന്റെ കുടുംബത്തെയും നാം രക്ഷപ്പെടുത്തുകയുണ്ടായി. മിനൽ കർബിൽ അളീം, ആ മഹാദുരിതത്തിൽ നിന്ന്. ഒരു മഹാദുരിതം ആ സമൂഹം നേരിടേണ്ടി വന്നു. നൂഹ് അലൈഹിസ്സലാമിനെ സംബന്ധിച്ചിടത്തോളം ഈ മഹാദുരിതം എന്ന് പറയുന്നത് പ്രളയം മാത്രമല്ല,
ആ സമൂഹത്തെ നശിപ്പിക്കാൻ വേണ്ടി അള്ളാഹു ഉണ്ടാക്കിയ പ്രളയം, അള്ളാഹു സൃഷ്ടിച്ച പ്രളയം, അത് അള്ളാഹുവിന്റെ ഒരു നടപടിക്രമം, ഒരു ഇടപെടലും ഒക്കെയാണ്. അതിനു മുമ്പ് തന്നെ ആ സമൂഹത്തിൽ നിന്ന് നൂഹ് അലൈഹിസ്സലാം ഏറ്റുവാങ്ങേണ്ടി വന്ന ശത്രുതയും വിദ്വേഷവും പകയും പരിഹാസവും ഒക്കെ അടങ്ങിയ അതിഭീകരമായ ദുരനുഭവങ്ങള് ഒന്നാകെ പരാമർശിച്ചുകൊണ്ടായിരിക്കണം അള്ളാഹു ഈ പ്രയോഗം നടത്തുന്നത്. നൂഹ് അലൈഹിസ്സലാമിനെ, അതുപോലെ അദ്ദേഹത്തിന്റെ കുടുംബത്തെ. നൂഹ് അലൈഹി ഇസ്ലാമിന്റെ കുടുംബം എന്നത് അദ്ദേഹത്തിന്റെ രക്തബന്ധുക്കൾ മാത്രമുള്ള ഒരു കുടുംബം എന്നുള്ള അർത്ഥത്തിലല്ല. അദ്ദേഹത്തിന്റെ ആദർശ പാതയില് അദ്ദേഹത്തോടൊപ്പം ചേർന്ന ആളുകൾ കൂടി ഉൾപ്പെടുന്ന ഒരു സംഘത്തെയാണ് ഇവിടെ പരാമർശിക്കുന്നത് എന്നത് കാണാൻ കഴിയും. അദ്ദേഹത്തിന്റെ കുടുംബത്തിൽ എല്ലാവരും തന്നെ അദ്ദേഹത്തോടൊപ്പം ചേരാനും സന്നദ്ധായിട്ടില്ല. അദ്ദേഹത്തിന്റെ മകൻ അദ്ദേഹത്തോടൊപ്പം ചേരാതിരുന്ന കാര്യം ഖുർആൻ പറയുന്നുണ്ട്. അതുപോലെ അടുത്ത ആളുകൾ പലരും മാറി നിന്നിട്ടുണ്ട്. ഇത് അദ്ദേഹം മുന്നോട്ട് വെച്ച ആദർശം ഉൾക്കൊണ്ടുകൊണ്ട് അള്ളാഹുവിന്റെ പ്രവാചകനാണ് എന്ന് അദ്ദേഹത്തെ മനസ്സിലാക്കിക്കൊണ്ട് അദ്ദേഹത്തോടൊപ്പം ചേർന്ന ആളുകളെയാണ് ഇവിടെ അഹ്ലഹു എന്ന പദം സൂചിപ്പിക്കുന്നത് എന്നാണ് പലരും ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത്. വനജൈനാഹു അഹ്ലഹു, അദ്ദേഹത്തെയും അദ്ദേഹത്തിന്റെ കുടുംബത്തെയും നാം രക്ഷപ്പെടുത്തുകയുണ്ടായി. മിനൽ കർബിൽ അലീം, ആ ഭീകരമായ മഹാദുരിതത്തിൽ നിന്ന്. ആ മഹാദുരിതം എന്നത് പ്രളയം കൂടി ഉൾപ്പെടുന്നതാണ് എന്ന് മനസ്സിലാക്കുന്നതാവും അതിന്റെ ശരിയായൊരു വായന. പക്ഷെ നൂഹ് അലൈഹി ഇസ്ലാമിനെ സംബന്ധിച്ച് പറയുമ്പോൾ, അല്ലെങ്കിൽ അദ്ദേഹത്തിനോടൊപ്പമുള്ള ആളുകളെ സംബന്ധിച്ച് പറയുമ്പോൾ, പ്രളയത്തിന് മുമ്പുള്ള ദുരിതപൂർണമായ സാഹചര്യങ്ങളെയും കൂടി അതിനോട് ചേർത്ത് മനസ്സിലാക്കുന്നതായിരിക്കും കൂടുതൽ ഉചിതമായിട്ടുള്ളത് എന്നാണ് എനിക്ക് തോന്നുന്നത്. വജഅൽനാ ദുരിയതഹു ഹുമുൽ ബാഖീൻ. അപ്പോ പ്രളയക്കെടുതിയിൽ നിന്ന്, കർബിൽ നിന്ന് അദ്ദേഹത്തെയും കുടുംബത്തെയും അള്ളാഹു രക്ഷപ്പെടുത്തിയ കാര്യം പറഞ്ഞല്ലോ. പ്രളയത്തിന് ശേഷം വജഅൽനാ ദുരിയതഹു, അദ്ദേഹത്തിന്റെ സന്തതികളെയാണ് ഹുമുൽ ബാഖീൻ, ശേഷിക്കുന്നവരായി നാം ഭൂമുഖത്ത് അവശേഷിപ്പിച്ചിട്ടുള്ളത്. പിന്മുറക്കാരായിട്ട് ഭൂമുഖത്ത് അവശേഷിക്കുകയുണ്ടായത്, ബാക്കിയായത്. ബാക്കീൻ എന്നാണ് ഇവിടുത്തെ പ്രയോഗം. ബാക്കി, നമ്മളെ മലയാളത്തില് ബാക്കി എന്ന വാക്ക് വരുന്നത് ഈ അറബി പദത്തിൽ നിന്നാണ്. അപ്പൊ അദ്ദേഹത്തെയും അദ്ദേഹത്തിന്റെ കുടുംബത്തെയും രക്ഷപ്പെടുത്തിയ കാര്യം അല്ലാഹു കൂടെ സൂചിപ്പിച്ചു. എന്നിട്ട് പറയുന്നത് വജഅൽനാ ദുരിയതഹു, അദ്ദേഹത്തിന്റെ സന്താനങ്ങളെ, അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്നവരെ, അവരുടെ പിന്മുറക്കാരെ, അവരെയാണ് നാം ഭൂമുഖത്ത് ശേഷിപ്പിക്കുകയുണ്ടായത് എന്നതാണ് അള്ളാഹു കൂടെ പറയുന്നത്. എന്ന് പറഞ്ഞാൽ ആ പ്രളയം ലോകത്തിന്റെ എല്ലാ ഭൂപ്രദേശങ്ങളിലേക്കും വ്യാപിച്ച ഒന്നായിരുന്നു. മനുഷ്യരും ജീവജാലങ്ങളും ഒക്കെ ആ പ്രളയത്തിൽ അകപ്പെട്ട് ചത്തൊടുങ്ങുകയാണ് ഉണ്ടായത്. നൂഹ് അലൈഹി ഇസ്ലാമിന്റെ ആ കപ്പലിൽ അദ്ദേഹത്തോടൊപ്പം നിലക്കൊണ്ടുകൊണ്ട് ആ കപ്പലിൽ കയറി രക്ഷപ്പെടാൻ വേണ്ടി സന്നദ്ധരായ ആളുകൾ ഒഴികെ ബാക്കി എല്ലാവരും തന്നെ നശിപ്പിക്കപ്പെടുകയാണ്, ആ പ്രളയത്തിൽ ഒടുങ്ങിപ്പോവുകയാണ് ഉണ്ടായത്. പ്രളയാനന്തര കാലത്ത് പിന്നെ ലോകത്ത് അവശേഷിച്ചത് ആ കപ്പലിൽ നൂഹ് അലൈഹി ഇസ്ലാമിനോടൊപ്പം വന്നു ചേർന്ന ആളുകളുടെ സന്തതികളാണ്, പിന്മുറക്കാരാണ്. അപ്പൊ ഒരിക്കൽ അള്ളാഹുവിന്റെ നടപടിയിലൂടെ ലോകത്തെ നിഷേധികളായ മുഴുവൻ ആളുകളെയും നശിപ്പിച്ചതിന് ശേഷം നൂഹ് അലൈഹി ഇസ്ലാമിനെ പിൻപറ്റിക്കൊണ്ട് സത്യമാർഗത്തിൽ നിലകൊള്ളാൻ സന്നദ്ധരായ ആളുകളുടെ പിന്മുറക്കാരാണ് ഇന്ന് ലോകത്തുള്ള മുഴുവൻ മനുഷ്യരും എന്ന ഒരു സൂചനയാണ് അള്ളാഹു ഇവിടെ നൽകുന്നത്. നൂഹ് അലൈഹി ഇസ്ലാമിന്റെയും കൂടെ ഉണ്ടായിരുന്നവരുടെയും സന്തതികൾ, അവരാണ് പിന്നെ ലോകത്ത് വ്യാപിക്കുകയുണ്ടായത്. ഇന്ന് കാണുന്ന നിഷേധവും
അതുപോലെ സത്യമാർഗത്തോടുള്ള എതിർപ്പും ശത്രുതയും ഒക്കെ രൂപപ്പെട്ടു വന്നിട്ടുള്ളത് ഈ പൂർവികരുടെ മക്കൾക്കിടയിൽ തന്നെയാണ് എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. അപ്പോ ദൈവിക മാർഗദർശനം എന്നത് അള്ളാഹു സ്ഥിരമായി ഒരു കൂട്ടർക്ക് അങ്ങ് തീരെഴുതി കൊടുത്തൊരു സംഗതിയല്ല. അർഹതയുള്ളവർക്കാണ് അത് ലഭിക്കുന്നത്. നൂഹ് അലൈഹി ഇസ്ലാമിന്റെ തലമുറയിൽ വളരെ പരിമിതമായ എണ്ണം ആളുകൾ മാത്രമാണ് അദ്ദേഹത്തോടൊപ്പം ചേരുകയും കപ്പലിൽ കയറി രക്ഷപ്പെടുകയും ചെയ്തത്. ബാക്കിയുള്ള മുഴുവൻ മനുഷ്യരും ജീവജാലങ്ങളും ചത്തൊടുങ്ങുകയായിരുന്നു ആ പ്രളയത്തിൽ. പ്രളയാനന്തര കാലത്ത് ലോകത്ത് എല്ലാ ഭൂപ്രദേശങ്ങളിലേക്കുമായിട്ട് വ്യാപിച്ചിട്ടുള്ളത് ഈ ആളുകളുടെ കപ്പലിൽ കയറി രക്ഷപ്പെട്ടവരുടെ പിന്മുറക്കാരാണ്. എന്ന് പറഞ്ഞാൽ വളരെ നിർണായകമായ പ്രതിസന്ധി ഘട്ടത്തിൽ സത്യവിശ്വാസത്തിന്റെ മാർഗത്തിൽ ഉറച്ചു നിന്ന ആളുകളുടെ പിന്മുറക്കാരാണ്, അവരുടെ സന്താന പരമ്പരകളാണ് ഇന്ന് ലോകത്തുള്ള മുഴുവൻ ആളുകളും എന്നതാണ് ഇത് നൽകുന്ന സൂചന. എന്നിട്ട് അള്ളാഹുവിടെ പറയുന്നത് വജഅൽനാ ദുർരിയ്യതഹു ഹുമുൽ ബാഖീൻ, അദ്ദേഹത്തിന്റെ സന്തതികളെയാണ് നാം അവശേഷിച്ച ആളുകളാക്കി മാറ്റുകയുണ്ടായത് എന്നാണ് ഇവിടെ പറഞ്ഞത്. ബാക്കി എല്ലാവരും നശിച്ചുപോയി എന്നർത്ഥം. വതറക്നാ അലൈഹി ഫിൽ ആഖിരീൻ, എന്നിട്ട് അദ്ദേഹത്തിന് ഒരു സൽകീർത്തി നാം അവശേഷിപ്പിക്കുകയുണ്ടായി പിന്മുറക്കാരുടെ എല്ലാവരുടെയും ഇടയിൽ. ഇന്ന് ലോകത്ത് കോടിക്കണക്കിന് ജനങ്ങളുടെ ഇടയിൽ നൂഹ് അലൈഹിസ്സലാം എന്ന ഒരു പേര് വളരെ വിശ്രുതമാണ്. എല്ലാ സമൂഹങ്ങളെയും സംബന്ധിച്ചിടത്തോളം വളരെ പൗരാണികമായ കാലത്ത് ഭൂമുഖത്ത് ജീവിച്ചിരുന്ന തങ്ങളുടെ ഒരു പൂർവികൻ എന്ന നിലക്ക് നൂഹ് അലൈഹിസ്സലാമിനെ എല്ലാവരും അംഗീകരിക്കുകയും ആദരിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. പല ചെറിയ വ്യത്യാസങ്ങളോടുകൂടിയുള്ള പേരുകളാണ് പലർക്കും പരിചയമുള്ളത് എങ്കിലും നൂഹ് അലൈഹിസ്സലാം അദ്ദേഹത്തിന്റെ കാലത്തുണ്ടായ പ്രളയം, ഈ സംഗതികളൊക്കെ ഒട്ടുമിക്ക സംസ്കൃതികളിലും പരാമർശിക്കപ്പെടുന്നുണ്ട്. അതിനെക്കുറിച്ച് അത്തരം പശ്ചാത്തലങ്ങളിലുള്ള ആളുകൾക്ക് അറിയുകയും ചെയ്യാം. സെമിറ്റിക് മതങ്ങളുടെ പശ്ചാത്തലം അറിയുന്ന സകല മനുഷ്യർക്കും തന്നെ നൂഹ് അലൈഹിസ്സലാം ചരിത്രത്തിൽ നിർവഹിച്ച വളരെ വിശിഷ്ടമായ ദൗത്യം എന്താണ് എന്നത് വിശദമായിട്ട് അറിയാം. യഹൂദർക്കും ക്രൈസ്തവർക്കും മുസ്ലിങ്ങൾക്കും ഒക്കെ നൂഹ് അലൈഹിസ്സലാമിനെ വളരെ നന്നായിട്ട് അറിയാം. അവർക്കിടയിലും എല്ലാം തന്നെ നൂഹ് അലൈഹിസ്സലാം സൽകീർത്തി ഉള്ളവനാണ് താൻ. ദീർഘമായ കാലത്തെ ജീവിതഘട്ടത്തില് നൂഹ് അലൈഹിസ്സലാമിന് തിരിച്ചടികളും പ്രയാസങ്ങളും ഒക്കെയാണ് നിരന്തരം ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ടായിരുന്നതെങ്കിലും പ്രളയാനന്തര കാലത്ത് ലോകത്ത് സ്വാധീനം നേടിയ ജനതതികളുടെ ഇടയിൽ നൂഹ് അലൈഹിസ്സലാമിന് വലിയ കീർത്തിയാണ് അള്ളാഹു അവശേഷിപ്പിക്കുകയുണ്ടായത് എന്നാണ് ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. വതറക്നാ അലൈഹി, നാം അദ്ദേഹത്തിനായി വിട്ടേച്ചു. എന്താണ് വിട്ടേച്ചത് എന്ന് ഇവിടെ പറയുന്നില്ല. ഫിൽ ആഖിരീൻ, പിന്മുറക്കാരിൽ പിന്നീട് ലോകത്ത് സ്വാധീനം നേടിയ സമൂഹങ്ങൾക്കിടയിൽ അദ്ദേഹത്തിനായി നാം വിട്ടേച്ചു എന്നാണ് പറയുന്നത്. വിട്ടേച്ചത് എന്താണ് എന്നത് ഇവിടെ വളരെ അണ്ടർസ്റ്റുഡ് ആയ ഒരു കാര്യമാണ്. അറിയപ്പെടുന്ന എല്ലാവർക്കും എളുപ്പത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ്. അതവർ മനസ്സിലാക്കട്ടെ എന്നുള്ള നിലയ്ക്ക് അത് പറയാതിരിക്കുകയാണുള്ളാവും. പിൻതലമുറക്കാർക്കിടയിൽ അദ്ദേഹത്തിനായി നാം അവശേഷിപ്പിച്ചു, അദ്ദേഹത്തിനായി നാം വിട്ടേച്ചു. അദ്ദേഹത്തിന് വലിയ പേരും പ്രസിദ്ധിയും അതുപോലെ തന്നെ സൽകീർത്തിയും ഒക്കെ അവശേഷിപ്പിച്ചു എന്നാണ് ഈ സൂചന എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. സലാമുൻ അലാ നൂഹിൻ ഫിൽ ആലമീൻ, എന്നിട്ട് അല്ലാഹു പറയാണ് ലോകരിൽ വെച്ച് നൂഹിന്റെ മേൽ ശാന്തി സമാധാനങ്ങൾ ഉണ്ടാവട്ടെ എന്നാണ്. സലാമുൻ അലാ നൂഹിൻ, നൂഹിന്റെ മേൽ സലാം,
നൂഹിന്റെ മേൽ ശാന്തി സമാധാനങ്ങൾ. ഫിൽ ആലമീൻ, ലോകരിൽ വെച്ച് ദൈവികമായ ശാന്തി സമാധാനങ്ങൾ ഏറ്റുവാങ്ങാൻ സൗഭാഗ്യം ലഭിച്ചവരിൽ നൂഹ് അലൈഹിസ്ലാം തീർച്ചയായും ഉണ്ട് എന്നാണ് അള്ളാഹു ഇവിടെ നൽകുന്ന സൂചന. ഇന്നാ കദാലിക നജ്സിൽ മുഹ്സിനീൻ, ഇത് പ്രകാരം ഈ വിധത്തിലാണ് നാം സുഹൃതവാന്മാർക്ക് പ്രതിഫലം നൽകുന്നത് എന്നാണ് അള്ളാഹു ഇവിടെ തുടർന്ന് വ്യക്തമാക്കുന്നത്. ദൈവിക മാർഗത്തില് ക്ഷമയോടുകൂടി സ്ഥൈര്യത്തോടുകൂടി സഹനം അവലംബിച്ചുകൊണ്ട് വളരെ ദീർഘമായ കാലം പ്രയത്നങ്ങളിൽ ഏർപ്പെട്ട പ്രവാചകൻ എന്ന നിലക്ക് നൂഹ് അലൈഹിസ്ലാമിന്റെ പ്രയത്നങ്ങളെ ഒരു കാലത്തും ഒരാൾക്കും തന്നെ വില കുറച്ച് കാണാൻ സാധിക്കില്ല. അള്ളാഹു അദ്ദേഹം അർഹിക്കുന്ന പ്രതിഫലമാണ് അദ്ദേഹത്തിന് നൽകിയിട്ടുള്ളത്. ഭൗതിക ലോകത്ത് തന്നെ കാലങ്ങളോളം അദ്ദേഹം ഒരു ചരിത്രത്തിൽ ഏറ്റവും ശ്രദ്ധേയനായ ഒരു വ്യക്തി എന്നുള്ള നിലക്ക് വിശ്രുതനായിരിക്കുന്നു. പാരത്രിക ലോകത്ത് അള്ളാഹുവിന്റെ വിശിഷ്ടമായ പ്രതിഫലം അദ്ദേഹത്തെ കാത്തിരിക്കുകയും ചെയ്യുന്നു. ഇന്നാ കദാലിക നജ്സിൽ മുഹ്സിനീൻ, ഈ വിധത്തില് സൽകീർത്തിയുള്ളവനായിക്കൊണ്ടാണ് നൂഹ് അലൈഹിസ്ലാമിനെ അള്ളാഹു ചരിത്രത്തില് അവശേഷിപ്പിച്ചിട്ടുള്ളത്. ഈ വിധത്തിലാണ് സുഹൃതവാന്മാരായ മുഹ്സിനുകളായ ആളുകൾക്ക് നാം ജസാ നൽകുന്നത്. ജസാ എന്ന് പറഞ്ഞാൽ പ്രതിഫലം. മുഹ്സിൻ എന്ന് പറഞ്ഞാൽ സുഹൃതം ചെയ്യുന്നവൻ. നല്ല കർമ്മങ്ങൾ ചെയ്യുന്ന ആളുകളെ നാം ഈ വിധത്തിലാണ് അവർക്ക് പ്രതിഫലം നൽകുന്നത് എന്നാണ് അള്ളാഹു സൂചിപ്പിക്കുന്ന കാര്യം. ഇന്നഹു മിൻ ഇബാദിനൽ മുഅ്മിനീൻ, അദ്ദേഹം തീർച്ചയായിട്ടും നമ്മുടെ വിശ്വാസികളായ ദാസന്മാരിൽ പെട്ടവനാകുന്നു എന്നാണ് അള്ളാഹുവിടെ വ്യക്തമാക്കുന്നത്. എന്തുകൊണ്ടാണ് അള്ളാഹുവിടെ നൂഹ് അലൈഹിസ്സലാമിനെ അദ്ദേഹം വിശ്വാസികളായ ദാസന്മാരിൽ പെട്ടവനാകുന്നു എന്ന് പറയുന്നത്? അദ്ദേഹത്തിന് അതിനേക്കാളൊക്കെ മഹത്തരമായ ചില വിവരണങ്ങൾ അർഹിക്കുന്നില്ലേ എന്നൊക്കെ നമ്മൾ ആലോചിക്കും. സ്വാഭാവികമായിട്ടും അതിനൊരു ഉത്തരം നമ്മൾ കണ്ടെത്തുക, വിശ്വാസം മാറ്റുരയ്ക്കപ്പെട്ട, വിശ്വാസത്തിന്റെ മാർഗം സ്വീകരിച്ചവര് അല്ലാത്തവര് എന്ന വിധത്തില് ചരിത്രത്തിൽ ഒരു വേർതിരിവുണ്ടായ വളരെ നിർണായകമായ ഒരു ഘട്ടത്തില് വിശ്വാസികളായ ആളുകളുടെ തലവനായിക്കൊണ്ട് നിലകൊണ്ട ഒരു വ്യക്തിയാണ് നൂഹ് അലൈഹിസ്സലാം. മറ്റു കാര്യങ്ങളൊക്കെ മാറ്റിവെച്ചുകൊണ്ട് തന്നെ എടുത്തു പറയേണ്ട ഒരു സംഗതി, ആ നാളിൽ, ആ കർബുൽ അളീം അരങ്ങേറിയ നാളിൽ അല്ലെങ്കിൽ ആ ഘട്ടത്തിൽ അദ്ദേഹം ഏത് പക്ഷത്ത് നിലകൊണ്ടു എന്നതാണ്. ആ ഒരു കാര്യമാണ് അള്ളാഹു ഇവിടെ ഉയർത്തി കാണിക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇന്നഹു മിൻ ഇബാദിനൽ മുഅ്മിനീൻ, അവിശ്വാസം ഭൂതലത്തെ ഒന്നാകെ മൂടിക്കളഞ്ഞ ഒരു ഘട്ടത്തിലാണല്ലോ വിശ്വാസത്തിന്റെ പേരിൽ തല ഉയർത്തി നിൽക്കുന്നവനായിട്ട് നൂഹ് അലൈഹിസ്സലാം നിലകൊണ്ടത്. ആ ഒരു കാര്യമാണ് അള്ളാഹു ഇവിടെ പരാമർശിക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തന്റെ വിശ്വാസികളായ ദാസന്മാരുടെ കൂട്ടത്തിലായിരുന്നു അദ്ദേഹം എന്നാണ് നൂഹ് അലൈഹിസ്സലാമിനെ പരാമർശിച്ചുകൊണ്ട് അള്ളാഹു ഇവിടെ പറയുന്നത്. എന്നിട്ട് എന്റെ ഈ വായനക്ക് പിൻബലം നൽകുന്ന വിധത്തിലാണ് തുടർന്നുള്ള ആയത്തും. സുമ്മ അഗ്റഖ്നൽ ആഖിരീൻ, പിന്നെ അതിനെ തുടർന്ന് ബാക്കിയുള്ളവരെയൊക്കെ നാം മുങ്ങി മരിക്കാൻ കാരണമാക്കുകയും ചെയ്തു എന്നാണ് പറയുന്നത്. സുമ്മ അഗ്റഖ്ന, നാം മുങ്ങി മരിക്കാൻ ഇടയാക്കി, മുക്കിക്കൊന്നു. ആരെയാണ്? അൽ ആഖിരീൻ, ശേഷിച്ചവരെ എന്ന് പറഞ്ഞാൽ മുഅ്മിനാവുക എന്നത് ഏറ്റവും വ്യതിരക്തതയുണ്ടാക്കുന്ന, ഏറ്റവും നിർണായകമായ ഒരു സംഗതിയായിരുന്ന ഘട്ടത്തിൽ മുഅ്മിനാകാൻ സന്നദ്ധനായ ഒരു വ്യക്തി, അദ്ദേഹത്തോടൊപ്പം ചില ആളുകളും ചേർന്നിട്ടുണ്ട്. ഇതാണ് അവസ്ഥ. ബാക്കി ഉള്ള മുഴുവൻ ആളുകളും ഇവരിൽ പെടാത്തവർ എന്ന നിലക്ക് ആഖറുകളായിട്ടാണുള്ളത്. ഈ സംഘത്തിൽ പെടാത്തവർ,
ഈ സംഘത്തിൽ പെടാൻ കൂട്ടാക്കാതിരുന്നവരെ ഒക്കെയും തന്നെ നാം മുങ്ങി മരിക്കാൻ കാരണമാക്കുകയും ചെയ്തു എന്നാണ് ഇവിടെ വിവരിക്കപ്പെട്ടിട്ടുള്ളത്. അപ്പോ നൂഹ് അലൈഹിസ്സലാമിനെ കുറിച്ച് അദ്ദേഹം നമ്മുടെ വിശ്വാസികളായ ദാസന്മാരുടെ കൂട്ടത്തിൽ പെട്ടവനാണ് എന്ന് പറഞ്ഞതിന്റെ പ്രാധാന്യം നമുക്ക് അതിനെ തുടർന്നുള്ള ആയത്തിൽ നിന്ന് വ്യക്തമാകും. വിശ്വസിക്കാൻ കൂട്ടാക്കാതിരുന്ന, വിശ്വാസികളുടെ സംഘത്തിൽ പെടാൻ സന്നദ്ധരാവാതിരുന്ന മുഴുവൻ ആളുകളെയും അള്ളാഹു മുങ്ങി മരിക്കാൻ സാഹചര്യം ഒരുക്കിയ ഒരു നാളായിരുന്നു അത്. അങ്ങനെയുള്ള ഒരു ചരിത്ര മുഹൂർത്തമായിരുന്നു അത്. ആ കർബുൽ അലീം എന്ന് നേരത്തെ പരാമർശിച്ചല്ലോ ആ ഘട്ടം. ആ സന്ദർഭത്തില് വിശ്വാസികളുടെ സമൂഹത്തിന്റെ തലവനായിട്ടാണ് അദ്ദേഹം നിലകൊണ്ടിരുന്നത്. ബാക്കിയുള്ളവരെ ഒക്കെയും നാം മുക്കിക്കൊല്ലുകയായിരുന്നു എന്നാണ് അള്ളാഹു ഇവിടെ വ്യക്തമാക്കിയിട്ടുള്ളത്. അപ്പോ പരിമിതമായ 6-7 ആയത്തുകളിലായിട്ട് അള്ളാഹു നൂഹ് അലൈഹിസ്സലാമിന്റെ ആ ചരിത്ര സംഭവം വളരെ പരിമിതമായിട്ട് വിവരിച്ചിരിക്കുകയാണ്. സൂറത്തുൽ ഖമറിലും സൂറത്തുൽ നൂഹിലും വേറെ പലയിടത്തും നൂഹ് അലൈഹി ഇസ്ലാമുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചരിത്ര സംഭവങ്ങളിലേക്ക് വെളിച്ചം വീശുന്ന പരാമർശങ്ങൾ കാണാം. ദീർഘമായ വിവരണവും ഉണ്ട്. ഇവിടെ ആ ചരിത്ര സംഭവങ്ങളെ വളരെ സംക്ഷിപ്തമായിട്ട് അള്ളാഹു ഒന്ന് സൂചിപ്പിക്കുകയാണ്. താല്പര്യം വളരെ വ്യക്തമാണല്ലോ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അഭിസംബോധന ചെയ്തുകൊണ്ടിരുന്ന മക്കയിലെ ആളുകളെ അവരുടേതുപോലെയുള്ള ധാർഷ്ട്യം കാണിച്ച ഒരു നിലപാട് സ്വീകരിച്ച ഒരു പൂർവിക സമൂഹം ഏറ്റുവാങ്ങേണ്ടി വന്ന ആഖിബത്ത് എന്തായിരുന്നു എന്നത് അവരെ ഓർമ്മപ്പെടുത്തുകയാണ്. നിങ്ങളെക്കാളൊക്കെ വീരന്മാരായിരുന്ന ആളുകളാണ് നേരത്തെ കഴിഞ്ഞു പോയിട്ടുള്ള പലരും. ഉദാഹരണത്തിന് ദീർഘമായ നൂറ്റാണ്ടുകൾ തന്നെ ജനങ്ങൾക്കിടയിൽ ദൗത്യ നിർവഹണത്തിന് സന്നദ്ധനായി രംഗത്തുണ്ടായിരുന്ന പ്രവാചകൻ നൂഹ് അലൈഹിസ്സലാമിന്റെ സമൂഹം, അവരുടെ എല്ലാവിധ ധിക്കാരവും നന്ദികേടും ഒക്കെ അവസാനം എന്തായി, എങ്ങനെ എന്ത് പര്യവസാനമാണ് ഏറ്റുവാങ്ങിയത് എന്നതൊന്ന് നിങ്ങൾ കണ്ടു നോക്കൂ. ഇതാണ് അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടും സത്യവിശ്വാസികളോടും മാത്രമല്ല ഈ വിശുദ്ധ ഖുർആന്റെ ആദ്യ തലമുറയിലെ അനുവാചകരായ മക്കയിലെ നിഷേധികളും മുശ്രിക്കുകളുമായി ജീവിച്ചിരുന്ന ആളുകളോട് കൂടിയാണ് അള്ളാഹു ഈ കാര്യം അറിയിക്കുന്നത്. അവരെ കൂടി കേൾപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഈ ചരിത്ര പാഠം അവരുടെ മുന്നിൽ അള്ളാഹു തുറന്നു വെക്കുന്നത്. ഇന്നത്തെ സെഷൻ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. സൂറത്ത് സ്വാഫാത്തിലെ 75 മുതൽ 82 വരെയുള്ള ആയത്തുകളാണ് നമ്മൾ പഠന വിധേയമാക്കിയിട്ടുള്ളത്. അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. വാഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ ഖുർആൻ പദം ഇവിടെ സമാപിക്കുന്നു. ഖുർആൻ പഠനത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. വആഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.